പലരിലും ഇന്നൊരു ചോദ്യമുണ്ട്, സിദ്ധ ചികിത്സയിൽ സർജറി ഉണ്ടോ എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ MBBS പഠിച്ച് MD സർജറി പഠിച്ചാലേ അവരെ കൊണ്ട് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ MDക്കാരും സർജറി ഇല്ല. അവരുടെ കാർഡിയോളജിസ്റ്റ് കാർഡിയോ സർജറി വേണം അവിടെ. അതുപോലെ തന്നെ ഞങ്ങൾക്കും സർജറി ഉണ്ട്. സർജറി ഞങ്ങൾക്കൊരു PG ഒരു സബ്ജക്റ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. ഞങ്ങളെ സർജറി എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കട്ടികൾ, ചെറിയ കഴലുകൾ, അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ പഴുത്ത് നിൽക്കുന്നതെല്ലാം ഞങ്ങൾ അത് ചീന്തി വിട്ട് അതിനൊന്ന് ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവരുന്ന ചികിത്സകളാണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ പണ്ട് ശരിക്കും സർജറിക്ക് കാരണക്കാരായത് ഞങ്ങളാണ്. തേരേർ എന്നൊരു മുനിയുണ്ടായിരുന്നു. ഈ 18 സിദ്ധന്മാരിൽ ഒരാളാണ് ഈ തേരേർ. അങ്ങേര് തലയോട് പിളന്ന് ബ്രെയിനിൽ ചികിത്സ നടത്തിയ ഒരാളാണ്. മാറാത്ത ഒരു തലവേദന ഉള്ള ഒരു ആൾക്ക് ആ ചികിത്സ ചെയ്തതായിട്ടാണ് ഞങ്ങളെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. തേരേർ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുമായിട്ട് കൂടിയിരുന്ന് തല മുഴുവനും നന്നായിട്ട് ഷേവ് ചെയ്തു. തലയോട്ടിൻ്റെ ഭാഗങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് ദൈവമായിട്ട് കാണിച്ചു കൊടുത്ത്, ദൈവത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതിൽ അവർ തലയോട്ട് പിളന്ന് ആ ഭാഗം മാറ്റി വെച്ചപ്പോഴാണ് അവർ കണ്ടുപിടിച്ചത് ബ്രെയിനകത്ത് ഒരു തേര എന്ന് പറയുന്നത് തവളയിൽ വേറെ ഒരു ടൈപ്പാണ്. ഒരു കാരണവശാലും അതിനെ പിടിക്കാൻ പറ്റില്ല. കാരണം ബലം പിടിച്ച ആ തലച്ചോറ് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ തേരേർ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്ത്, ഒരു കലത്തിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ട് അതിനടുത്ത് കൊണ്ട് വച്ചപ്പോൾ ഈ തേര വെള്ളത്തിൽ എടുത്ത് ചാടി. അതോടുകൂടി ആ തേരയെ പുറത്തെടുത്ത് കൊണ്ടുവരാൻ പറ്റി. അങ്ങനെയാണ് അദ്ദേഹത്തിന് തേരേർ എന്നുള്ള ഒരു പേര് തന്നെ വന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല മാങ്ങകൾ കണ്ടിക്കുമ്പോൾ മാങ്ങയ്ക്കകത്ത് വണ്ട് വരുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ എന്തോ സംഭവിച്ച് വരുന്നതാണ്. പൂവായിരിക്കുമ്പോൾ അതിനകത്ത് ചെറിയ വണ്ടുകൾ മുട്ടയിടുകയും അത് പിന്നെ കായായി അതിൻ്റെ കുരുവിനകത്ത് ഈ വണ്ട് കയറിയിരിക്കുകയും പഴുത്ത് വരുമ്പോൾ നമ്മൾ കണ്ടിക്കുമ്പോൾ അതിൽ നിന്ന് വണ്ട് പുറത്ത് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് വണ്ടൻ മാങ്ങ എന്ന പേരുണ്ട്. ഈ തിയറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് എങ്ങനെയോ തലച്ചോറിൽ ഒരു തേര കയറി. അങ്ങനെ ആദ്യത്തെ ഒരു സർജറി നടത്തി. അതുമാത്രമല്ല, അന്ന് പണ്ടത്തെ കാലത്ത് ഈ വലിയ ചികിത്സകളൊന്നും ഇല്ലാത്ത കാലമായിരുന്നല്ലോ. അവർ ഇതുപോലെ എല്ലുകൾ ഫ്രാക്ചറായി വരുന്നവരുണ്ട്, എല്ലുകൾ ഡിസ്ലൊക്കേറ്റായി ഉണ്ട്, പല മരങ്ങളിൽ കയറുന്നവരുണ്ട്, അവർ വീണിന്ന് എല്ലുകൾ ഒടിഞ്ഞു വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇവരെല്ലാം ചികിത്സിച്ച അനുഭവങ്ങൾ അവർക്കുണ്ട്. പണ്ടത്തെ വൈദ്യന്മാർ തന്നെ സ്വന്തമായിട്ട് തന്നെ കൈ കാലുകളിൽ ചീളി വച്ച് കെട്ടി ശരിയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിപ്പോഴും മെഡിക്കൽ കോളേജുകളിൽ, ഞങ്ങളെ കോളേജുകളിലും നടക്കുന്നുണ്ട്. അങ്ങനെ സർജറി ഉണ്ട്, ഇല്ലാതെ ഇല്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ഭാഗത്തും സർജറി ഉണ്ട്. ഇപ്പോൾ എല്ലാ കോളേജുകളിലും ഒരു സർജനെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ സർജറി പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി തന്നെ. ഞങ്ങളുടെ ഡിഗ്രി തന്നെ ആയുർവേദമാണെങ്കിൽ BAMS, ബാച്ചലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി എന്നും, സിദ്ധയ്ക്ക് BSMS, ബാച്ചലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി എന്നുമാണ് ഡിഗ്രി ഉള്ളത്. അതുകൊണ്ട് സർജറി ഞങ്ങൾക്ക് അത്ര കൂടുതലല്ല എങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾ സർജറി നടത്തുന്നുണ്ട് എന്നുള്ളൊരു സത്യം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു.